ശ്രീജിത്ത്, ഇവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെക്കാൾ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ ആ സമുദായത്തിനുള്ളത്. യാതൊരു വെല്ലുവിളിയും സമുദായം നേരിടില്ല എന്ന് പറയുമ്പോൾ കാന്തപുരം വിഭാഗം പ്രതിരോധത്തിലാക്കുന്നത് ആരെയാണ്? അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടാൾക്കാരുടെയും അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് വ്യക്തമാണ്. ആരെയാണത് അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും സത്യമല്ലാത്ത പല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കാന്തപുരത്തിന്റെ ആ പ്രസ്താവനയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ആ പ്രസ്താവനയെ ചെറുക്കാനായിട്ട് അല്പം മുമ്പ് സംസാരിച്ച ശ്രീ ഫസൽ എന്തിനാണ് അങ്ങനെ ശ്രമിച്ചത് എന്നുള്ളതും കൂടി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആരെയാണ് അഡ്രസ് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. നോക്കൂ, ഇതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനയാണ്. അപ്പോൾ ആ വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള രണ്ടാൾക്കാരാണ് എനിക്ക് മുമ്പ് സംസാരിച്ചത്. എന്നാൽ ആദ്യം സംസാരിച്ച ശ്രീ മുഹമ്മദ് അലിയും പിന്നീട് സംസാരിച്ച ശ്രീ ഫൈസലും തമ്മിൽ അഭിപ്രായത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസം നിങ്ങളൊന്ന് നോക്കൂ. എത്ര സമാധാനപരമായിട്ടാണ്, ഫാക്ച്വലായിട്ടാണ് ആദ്യത്തെ ആൾ സംസാരിച്ചത്. എന്നാൽ രണ്ടാമത്തെ ആൾ സംസാരിക്കുമ്പോൾ പതിവായിട്ടുള്ള ചില ടെംപ്ലേറ്റുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ആരാധനാ സ്വാതന്ത്ര്യം ന്യൂനപക്ഷത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന് വോട്ട് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷം ഭീതിയുടെ വാൾമുനയിലാണ് കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളും അസത്യമാണ്. ഞാനതിനെ കള്ളം എന്ന രീതിയിലത്തേക്ക് പറയുന്നില്ല, അസത്യം എന്ന രീതിയിലത്തേക്കെങ്കിലും പറയുന്നു. അപ്പൊ ഇങ്ങനെ ഭീതി സമൂഹത്തിൽ വിതച്ചുകൊണ്ട്, ന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഭീതിയുടെ വിത്ത് വിതച്ചുകൊണ്ട് അതിനെ കൊയ്യാനായിട്ട് ആരൊക്കെ ശ്രമിക്കുന്നോ ആ ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ്. കാരണം നോക്കൂ, ഇവിടെ പലപ്പോഴും പറഞ്ഞ അഭിപ്രായം ഈ ചർച്ചയിൽ തന്നെ കേട്ടു, രാജ്യവും ഭരണകൂടവും രണ്ടാണ് എന്ന്. ഞാനതിനെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ അത് രാജ്യ താല്പര്യം എന്ന് പറയുന്നതും ഈ രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നതും വിരുദ്ധമാവാം എന്നേ ഉള്ളൂ. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു താല്പര്യം BJPക്ക് ഉണ്ട് എങ്കിലും അത് രാജ്യ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല ആ രാഷ്ട്രീയ താല്പര്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ താല്പര്യം 2ാം സ്ഥാനത്തും രാജ്യ താല്പര്യം 1ാം സ്ഥാനത്തും കണ്ടേ മതിയാകും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുൻപ് ഇന്ദിരാഗാന്ധി. ഇവരെപ്പോഴും എതിർക്കുന്നയാളാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വന്നു. ആ സിനിമ വരുന്ന സമയത്ത് അത് ഇന്ദിരാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ അതിനെ എതിർത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ BJPയും ഉണ്ട്. BJP അതിനെ നിരോധിക്കുകയും ചെയ്തു. പിന്നീട് കോർട്ട് ഓർഡർ ഒക്കെ വന്നതിന് ശേഷമാണ്. നേരെ മറിച്ച് ഇന്ദിരാഗാന്ധിയെ ഇകഴ്ത്തുക എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് മുൻഗണന, അതിനാണ് പ്രഥമ പരിഗണന എങ്കിൽ BJP ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. നേരെ മറിച്ച് അത് ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ താല്പര്യത്തിന് മുകളിലേക്ക് രാഷ്ട്ര താല്പര്യത്തിനെ കാണാനായിട്ട് ഒരു ഭരണകൂടത്തിന് എല്ലായ്പ്പോഴും സാധിക്കണം. ഇപ്പോ ഈ സമസ്തയുടെ AP വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ പറ്റി നിലനിൽക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള ചില പോപ്പുലർ നറേറ്റീവുകളെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. ഇത് വന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലം കൂടി നോക്കുക. BBC ഡോക്യുമെന്ററി കൊണ്ടുവരുന്നു. BBC ഡോക്യുമെന്ററി ഇന്ത്യ മൊത്തം, രാജ്യമാകെ, പിന്നീട് വിദേശങ്ങളിലും അത് ചർച്ചയാകുന്നു. ആ ചർച്ചയാകുമ്പോൾ അതിൽ പറയുന്നത് മോദി ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മാണം നടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. പ്രധാനമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങളുമായിട്ടൊരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഒരു വംശഹത്യക്കുള്ള ആഹ്വാനം നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ വിരുദ്ധമായിട്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിമുകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. മുസ്ലിം വിഭാഗങ്ങളെ പറ്റിയുള്ള ഒരു സ്വയം വിമർശനവും ആത്മപരിശോധനയും മുസ്ലിം വിഭാഗത്തിലുള്ള വിശിഷ്യ ചെറുപ്പക്കാർ, എന്നാൽ സമുദായ അംഗങ്ങൾ മൊത്തത്തിൽ, അതേപോലെ അതിന്റെ മതമേലധ്യക്ഷന്മാർ എന്നിവർ നടത്തണം എന്ന രീതിയിലുള്ള ഒരു കാര്യം വരുന്നു. പിന്നെ ക്രമപ്രകാരം പല കാര്യങ്ങൾക്കും വിശദീകരണം നൽകാൻ നമ്മൾ തയ്യാറാകണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഉൾപ്പെടെ, രജത്തിന് തന്നെ അറിയാം, മുമ്പ് പല ചർച്ചകളിലും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പല പ്രവർത്തനങ്ങളും, ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന പല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ആഭ്യന്തരമായിട്ടുണ്ടായിട്ടുണ്ട്, ബാഹ്യമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തെല്ലാം ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ചർച്ചകളിൽ പറയുന്നത്, ഇന്നാട്ടിലുള്ള ഭൂരിപക്ഷമായിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ള മുസ്ലിങ്ങളും അവരുടെ മതമേലധ്യക്ഷന്മാരും പൊതുസമൂഹത്തിലേക്ക് വന്ന് ഈ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ കോൾ ഔട്ട് ചെയ്യുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ആ ഒരു വിഷയത്തിൽ മൗനം എന്ന് പറയുന്നതിനെ സ്വീകരിച്ചാൽ അത് അപകടകരമായേക്കാം, അത് രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായേക്കാം. അതിന് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളൊരു ന്യൂനപക്ഷ സംഘടനയാണെങ്കിലും പല ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിലും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത പല സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എല്ലാ പോപ്പുലർ നറേറ്റീവുകളെയും അത് ഒറ്റയടിക്ക് തന്നെ ബീറ്റ് ചെയ്യുകയാണ്.
കാരണം ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളി. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഗ്രിഗറി സ്റ്റാൻഡേർഡിന്റെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആണെങ്കിലും SDP ആണെങ്കിലും എല്ലാ സമ്മേളനങ്ങളുടെ വീഡിയോകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് അതിൽ പറയുന്നുണ്ട്. മറ്റേ ജനസൈഡ് വാച്ചിന്റെ ആളാണ് സ്റ്റാൻഡേർഡ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ വംശഹത്യയുടെ 8ാം ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതിനെ ഇവിടെ ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരിപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ഇന്ന് ജയിലിൽ കിടക്കുന്നത് നമുക്കറിയാം. നേരെ മറിച്ച് നിങ്ങൾ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഓഫ് ചെയ്യൂ, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങൂ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഈ സ്പർദ്ധ കാണുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്പർദ്ധ ഇല്ല. അങ്ങനെ ഒരു സ്പർദ്ധ ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്ന ഉദാഹരണങ്ങൾ 20 വർഷം മുൻപത്തേതാണ്. നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സർക്കാരുകൾ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സ്കീമുകളോ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധത അവർ കാണിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനെ കോൾ ഔട്ട് ചെയ്യുക. ഇപ്പൊ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പൗരത്വ നിയമം. ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ ബാധിക്കുന്ന വിഷയമല്ല. രണ്ടവരും മുത്തലാഖിനെ പറ്റി പറയുന്നുണ്ട്. മുത്തലാഖ് നിരോധിച്ചത് കൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിം സ്ത്രീകളാണ് കൂടുതലായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി മുത്തലാഖ് നിരോധനം വന്നതിന് ശേഷം അത് ആരെങ്കിലും അത്തരത്തിൽ മുത്തലാഖ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റും. ആ ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റുന്നതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ വീണ്ടും പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു ക്രൈമാണ്, അതൊരു ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 500-ന്റെയോ 1000-ന്റെയോ പഴയ ലീഗൽ ടെൻഡർ ഇന്നില്ല. ഇന്ന് ആ 500-ന്റെയും 1000-ന്റെയും ലീഗൽ ടെൻഡർ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയോ നിങ്ങൾ അതിനെ ക്രയവിക്രയത്തിന് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ആണ്. ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളെ ഏത് രീതിയിലാണോ അത് നിയമം സമീപിക്കേണ്ടത് ആ രീതിയിൽ നിങ്ങളെ സമീപിക്കാൻ നിയമം ഇവിടെ ബാധ്യസ്ഥമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ മുത്തലാഖ് പോലെയുള്ള പല വിഷയങ്ങൾ. ഈ വിഷയങ്ങൾ കൊണ്ട് ഇവിടെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഈ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന കുറേയധികം ആൾക്കാരാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ സ്വാതന്ത്ര്യം ആ തരത്തിലല്ലല്ലോ ആ സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ശ്രീജിത്ത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുപോലും മറ്റു വ്യാഖ്യാനങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടു. അവിടെയാണ് പ്രസക്തമായ ഈ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. മറ്റൊന്ന്, ഈ കേന്ദ്ര സംസ്ഥാന സമ്മേളനത്തിലൊക്കെ BJP പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഈ സുന്നി വിഭാഗമൊക്കെ BJPയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാഖ്യാനങ്ങളോ കൊണ്ടുവന്നു. ഇത് മാറ്റത്തിന്റെ സൂചനയായി പലരും കാണുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള ചില വ്യാഖ്യാനങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. വലിയ വിമർശനാത്മകമാകുന്നു. LDF സർക്കാർ പോലും അവിടെ പങ്കെടുക്കുന്ന LDFന്റെ പ്രതിനിധികൾ പോലും BJP പ്രതിനിധികളെ പങ്കെടുപ്പിച്ചതിനെ വലിയ വിമർശനാത്മകമായി കാണുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും. അല്ല, നോക്കൂ, ഇത് നമ്മൾ അതിനെ അവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ മുഹമ്മദ് അലി തന്നെ പറഞ്ഞു, ഞങ്ങൾ ആശയപരമായിട്ട് BJPയോട് ഒപ്പമാണ് എന്ന് ഇതിനർത്ഥമില്ല. ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന BJP ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നയങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നൊരർത്ഥം ഇതിനില്ല. അത് അദ്ദേഹത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ പൊസിഷൻ അക്കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. പക്ഷെ ഒരു ആശയ സംവാദം പാടില്ല എന്നോ അത്തരത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾ യാതൊരു രീതിയിലും സഹകരിക്കാൻ പാടില്ല എന്നോ ഒരു നിലപാടെടുക്കാനായിട്ട് ഒരു സംഘടനയ്ക്കും കഴിയില്ല. അതിപ്പോ CPM-നും കഴിയില്ല, കോൺഗ്രസിനും കഴിയില്ല, ഈ AP സുന്നി വിഭാഗത്തിനും കഴിയില്ല. കാരണം അവര് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, ഇന്ത്യയുടെ ഭരണചക്രത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആശങ്കകൾ നിങ്ങൾ പിന്നെ ആരോടാണ് പറയുക? ഇപ്പൊ ഏതെങ്കിലും ഒരാളിനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് വെച്ചാൽ ആ ആളിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു, അയാളുടെ ഐഡിയോളജിയിലേക്ക് നമ്മൾ വന്നു എന്നൊരർത്ഥമില്ല. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ട രാജ്യമാണ്. അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഞാനിതിൽ പറയുന്നത്, ഇത് ഈ പോപ്പുലറായിട്ടുള്ള പല നറേറ്റീവുകളെയും ഒറ്റയടിക്ക് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ BJPയിലോ അല്ലെങ്കിൽ ഒരു വലതുപക്ഷത്തു നിന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഏൽക്കാത്ത രീതിയിലത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു പ്രസ്താവനയായിട്ട് ഇത് മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലുള്ള പല കോടതി വിധികളെയും ഈ കോടതി വിധികളെ ഒക്കെ തന്നെ ഗവൺമെന്റിന്റെ നയങ്ങളായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഹിജാബ് വിഷയം. ആ ഹിജാബ് വിഷയത്തിൽ ഇവിടെ കോടതികളുടെ വിധികളുണ്ട്. അയോധ്യ വിഷയത്തിൽ ഇവിടെ കോടതികളുടെ വിധിയുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ ഇവിടെ കോടതിയുടെ വിധിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ലീഗൽ റെമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്യന്തികമായിട്ട് സമീപിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠത്തിനെയാണ് എങ്കിൽ ആ നീതിന്യായ പീഠം പറയുന്നത് എന്തോ അതിൽ നിങ്ങളുടെ ലീഗൽ റെമഡികൾ അവസാനിച്ചതിന് ശേഷം ഒരു വിധി വന്ന് ഫൈനാലിറ്റിയിലെത്തിയാൽ അത് നിങ്ങൾക്ക് ബൈൻഡിംഗ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർ തയ്യാറാവുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുക. അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം, ഇന്ത്യയിലെ ഭൂരിപക്ഷങ്ങൾ തിരിച്ചറിയണം. എല്ലാ തീരുമാനങ്ങളിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല. എന്നാൽ അവിടെയാണ് സമവായം പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ, അതിപ്പോ CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സമ്മേളനങ്ങളിൽ വന്നു എന്ന് കരുതി അതിൽ യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല. അതിനർത്ഥം ഇവർ ലയിക്കുന്നുവെന്നോ ആശയപരമായിട്ട് ഇവർ പിന്തുണ കൊടുക്കുന്നു എന്ന രീതിയിലോ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല.
വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭീതിയുടെ വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന്.